യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പ്രഖ്യാപനത്തിൽ സംഘടനയ്ക്കുള്ളിൽ പൊട്ടിത്തെറി. അതൃപ്തി പരസ്യമാക്കി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടിരുന്ന അബിൻ വർക്കിയും KM അഭിജിത്തും രംഗത്തെത്തി. തർക്കം പരിഹരിക്കേണ്ടത് പാർട്ടി എന്നായിരുന്നു പുതിയ അധ്യക്ഷൻ OJ ജനീഷിന്റെ പ്രതികരണം. ഞാൻ ഈ പ്രഖ്യാപനം വന്നതിന് ശേഷം ബഹുമാനപ്പെട്ട നേതാക്കന്മാരോട് അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് കേരളത്തിൽ തുടരാനുള്ള ഒരു അവസരം തരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നിലവിൽ നേതൃത്വം ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് ആ ഉത്തരവാദിത്തത്തിൽ 100% നീതി പുലർത്തി പോകാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. ചില കാര്യങ്ങൾ പറയാനുണ്ട്, അത് പാർട്ടി വേദിയിൽ പറയും. തൽക്കാലം പുറത്ത് പറഞ്ഞ് അതിനെ മറ്റൊരു ചർച്ചയിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. പറയാനുള്ള കാര്യങ്ങൾ നേതൃത്വത്തോട് പറയും. എന്തെങ്കിലും തരത്തിൽ ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും അതെല്ലാം പരിഹരിക്കേണ്ട നേതൃത്വമാണ്. സ്വാഭാവികമായി ഞങ്ങളുടെ നേതൃത്വം അതെല്ലാം പരിഹരിക്കും. നേതൃത്വം എടുത്ത തീരുമാനമാണ്, പാർട്ടി എടുത്തൊരു തീരുമാനമാണ്. ദേശീയ സെക്രട്ടറി പദം ഏറ്റെടുക്കില്ലെന്ന് സൂചന നൽകുന്ന അബിൻ വർക്കിയുടെ പ്രതികരണത്തിൽ നേതാക്കൾക്ക് അസംതൃപ്തിയുണ്ട്. തെരഞ്ഞെടുപ്പ് രീതി അനുസരിച്ച് അബിൻ സംസ്ഥാന അധ്യക്ഷനാകേണ്ടതായിരുന്നു എന്ന് ഹൈബി ഈഡൻ പറഞ്ഞു. കേരളത്തിൽ നിന്നുകൊണ്ട് രാജ്യം മുഴുവൻ പ്രവർത്തിക്കാമല്ലോ, അതിനെന്താ കുഴപ്പം? കേരളത്തിൽ നിൽക്കട്ടെ. ഇപ്പൊ KC വേണുപോലെ കേരളത്തിലുണ്ട്, ഇന്ത്യയിലൊട്ടാകെയുണ്ട്. അത് ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യമല്ലേ. അവരൊരു പ്രൊസീജിയർ അനുസരിച്ചിട്ടാണ് യൂത്ത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ കമ്മിറ്റി പ്രസിഡന്റിനെ ഒരു ടീമിനെയും വെച്ചിരിക്കുന്നത്. ആ ടീം നല്ല പിള്ളേരാണ്, എല്ലാവരും നല്ല ചെറുപ്പക്കാരാണ്, ഒന്നിനൊന്ന് മെച്ചമുള്ള ആളുകളാണ്. അബിൻ വർക്കി തീർച്ചയായിട്ടും അർഹതയുള്ള ഒരു നേതാവാണ്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനാകാൻ യാതൊരു ക്രൈറ്റീരിയ കുറവുള്ള ആളല്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സർവീസസ് പ്രയോജനപ്പെടുത്താൻ ഓൾ ഇന്ത്യ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി അദ്ദേഹത്തെ ഓൾ ഇന്ത്യ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി ആക്കിയിട്ടുള്ളത്. അബിൻ സംസ്ഥാന പ്രസിഡന്റ് ആകാൻ യോഗ്യത കുറവ് 1% പോലും ഇല്ലാത്ത ആളാണ്. സലിം മാലിക്കും നിഖിൽ പ്രമേഷും വിശദാംശങ്ങളുമായി. ആദ്യം നിഖിൽ പ്രമേഷിലേക്കാണ്. നിഖിൽ, ഇതിപ്പോൾ അബിൻ വർക്കിയുടെ പ്രതികരണം നമ്മൾ കേട്ടു. അദ്ദേഹം എങ്ങനെയാണ് ഈ പാർട്ടി പ്രവർത്തനത്തിൽ തുടങ്ങിയത്, മണ്ഡലം സെക്രട്ടറിയായി തുടങ്ങി പിന്നീട് ഇവിടെ വരെ എത്തിയത് എങ്ങനെയാണെന്ന് പറയുന്നു. പാർട്ടി പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വൈകാരികമായി പ്രതികരിക്കുന്ന അബിൻ വർക്കി, ഒരല്പം വൈകാരികമായി പ്രതികരിക്കുന്ന അബിൻ വർക്കിയെ രാവിലെ നമ്മൾ കണ്ടു. പക്ഷെ അപ്പോഴും അദ്ദേഹം പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടാണ് ഒടുവിൽ പറയുന്നത് തനിക്ക് ഇങ്ങനെ ദേശീയ തലത്തിലേക്ക് പോകുന്നതിന് ഒരല്പം താല്പര്യക്കുറവുണ്ട് എന്ന്. കേരളത്തിൽ തന്നെ പ്രവർത്തിക്കണമെന്നതാണ് ആഗ്രഹം, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പൊക്കെ വരുന്ന സമയത്ത് എന്നത്. അതുകൊണ്ട് അതൊരു അഭ്യർത്ഥന എന്ന തരത്തിലേക്ക് വയ്ക്കുകയാണ്. അതൃപ്തി കൃത്യമായി തന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. അത് മാധ്യമങ്ങളോട് തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ് അബിൻ. അനുജ, ഒരുപക്ഷെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ആരാകുമെന്നുള്ള ചോദ്യങ്ങൾ ഉയർന്നപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം ഏറ്റവും കൂടുതൽ ആളുകൾ പറഞ്ഞു കേട്ട പേര് അബിൻ വർക്കിയുടേതാണ്. സ്വാഭാവികമായിട്ടും ഒരു ക്ലെയിം ഉള്ളത് അബിന് തന്നെയാണ്. ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ രണ്ടാമത്തെ ആളെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് അബിൻ വർക്കിയിലേക്കായിരുന്നു എത്തിച്ചേരേണ്ടിയിരുന്നത്. എന്നാൽ അത്തരത്തിലൊരു പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം പോലും രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തു നിന്ന് പോലും ആരാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെന്ന് അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ തൊട്ടടുത്ത് നിൽക്കുന്ന അബിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രമേശ് ചെന്നിത്തല പറയുകയാണ്, ഇങ്ങനെ കൈ കാണിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ വലിയ പ്രതീക്ഷ അദ്ദേഹത്തിനും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ആളുകൾക്കും ഉണ്ടായിരുന്നു. എന്നാൽ തികച്ചും അപ്രതീക്ഷിതമായി ജനീഷിന്റെ പേര് പ്രഖ്യാപിക്കപ്പെടുമ്പോൾ അബിൻ വർക്കി വിഭാഗത്തിന് പൊതുവിൽ ഉണ്ടായിട്ടുള്ള ഒരു വിയോജിപ്പുണ്ട്. അത് ഇന്നലെ രാത്രി മുതൽ തന്നെ അതൊരു അമർഷമായി പുകയുന്നുണ്ടായിരുന്നു. നിരവധി നേതാക്കൾ അത് പരോക്ഷമായും രഹസ്യമായും ഒക്കെ അവർ അത് രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിലും എല്ലാം പോസ്റ്റുകൾ ഇടുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ മാധ്യമങ്ങളെ കണ്ടപ്പോഴും അബിൻ വർക്കി തന്റെ വിയോജിപ്പ് വ്യക്തമാക്കുകയാണ്. അതായത് അബിന് പറയുന്നതിന് ചില പരിമിതികളുണ്ട്. നമുക്കറിയാം, ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നിൽ നിൽക്കുകയാണ്, തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. കോൺഗ്രസ് ഒരു വലിയ തിരിച്ചുവരവിന്റെ പാതയിലാണ്, UDF ഒരു തിരിച്ചുവരവിന്റെ പാതയിലാണ് എന്ന് പൊതുവെ ഒരു ഫീൽ ഉണ്ടാകുന്ന സാഹചര്യമാണ്. ഈ പശ്ചാത്തലത്തിൽ ഒരു യുവ നേതാവിന്റെ ഭാഗത്തു നിന്ന് ഒരു പൊട്ടിത്തെറി ഉണ്ടായാൽ അത് നേതൃത്വത്തിന് വലിയ രീതിയിൽ തിരിച്ചടിയാകും, തലവേദനയാകുമെന്ന് അബിനും അറിയാം. പക്ഷേ അയാളെ സംബന്ധിച്ചിടത്തോളം ദേശീയ തലത്തിലേക്ക് തന്റെ പ്രവർത്തനങ്ങൾ മാറ്റുക എന്നുള്ളത് നിലവിലത്തെ സാഹചര്യത്തിൽ തനിക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് കേരളത്തിൽ പ്രവർത്തിക്കാനാണ് തനിക്ക് താല്പര്യം എന്നുള്ള കാര്യമാണ് അബിൻ വർക്കി ഇന്ന് പറയാൻ ശ്രമിച്ചത്. നേതാക്കളോട് പറയാതെ പറയുന്നത് തന്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് കോൺഗ്രസ് വിടുകയോ അങ്ങനെയൊന്നുമല്ല എന്ന് അബിൻ പറയുന്നുണ്ട്. അതായത് തനിക്ക് കോൺഗ്രസ് തന്നെ പ്രവർത്തിക്കണം, താൻ എല്ലാ കാലത്തും മരണം വരെയും ഒരു അച്ചടക്കമുള്ള കോൺഗ്രസ് പ്രവർത്തകനായിരിക്കുമെന്ന് അബിൻ വർക്കി പറയുന്നുണ്ട്. എന്നാൽ തന്റെ താല്പര്യം കേരളത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാനാണ് എന്നുള്ള കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ഇത് അത് ഒരു ഇൻഡയറക്ട്ലി സൂചിപ്പിക്കുന്നത് അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഈ യുവ നേതാക്കളുടെ എല്ലാം ലക്ഷ്യം. ഇവരെല്ലാം തന്നെ ഏതാണ്ട് മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് വരെ പ്രവർത്തനങ്ങൾ ഇതിനോടകം തന്നെ ഊർജിതമാക്കിയിട്ടുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ദേശീയ തലത്തിലേക്ക് പറിച്ചു നടുക എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ആ സാധ്യതയാണ് മങ്ങുന്നത്. അതിൽ തനിക്ക് വിമുഖതയുണ്ട് എന്നുള്ള കാര്യം കൃത്യമായി പറയുകയായിരുന്നു അബിൻ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലൂടെ. നമ്മൾ നേതൃത്വത്തിനെതിരെ തുറന്നടിച്ചുള്ള ഒരു പ്രതികരണം അദ്ദേഹത്തിന് ഭാഗത്തുണ്ടായില്ല. എന്നാൽ അതേസമയം കൃത്യമായി വിയോജിപ്പ് തനിക്കുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞു വെക്കുകയും ചെയ്തു. ഇനി ഒരുപക്ഷെ ഇതിൽ എന്തായിരിക്കും നേതാക്കളുടെ ഒരു പ്രതികരണം എന്നുള്ളതാണ് അദ്ദേഹവും പ്രതീക്ഷിക്കുന്നത്.
അതേസമയം ഇതിലൊരു മാറ്റം ഉണ്ടാകില്ല എന്ന് യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം തന്നെ വ്യക്തമാകുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. എന്നാൽ അബിന് പറയാനുള്ളത് അബിന്റെ അതൃപ്തി കൃത്യമായി പരിശോധിക്കുമെന്നുള്ള കാര്യം കൂടി ദേശീയ നേതൃത്വം അടക്കം വ്യക്തമാക്കുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.